സാധാരണ പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LDF അത്രത്തോളം ചിത്രത്തിലുണ്ടാവാറില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു നമുക്ക് അറിയാമല്ലോ ഒരു ഡയറക്റ്റ് ഫൈറ്റ് BJPയും UDF തമ്മിലാണ്. പക്ഷേ ഇത്തവണ ആ സ്ഥാനത്തേക്ക് LDFന് ഒരു ഓളം ഉണ്ടാക്കാനും ഒരു മത്സരത്തിൻ്റെ സ്വഭാവം ഉണ്ടാക്കാനും ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ഒരു പ്രതീതി ഉണ്ടാക്കാനൊക്കെ സാധിച്ചത് സരിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പോൾ സരിനെ പിടിച്ചു നിർത്തേണ്ടിയിരുന്നു, അല്ലെങ്കിൽ സരിൻ്റെ ആ ഒരു സ്ഥാനാർത്ഥത്തെ എങ്ങനെ കാണുന്നു? വിട്ടുപോക്ക് ഒരു നഷ്ടമായി തോന്നുന്നുണ്ടോ ഇപ്പോഴും? നിങ്ങൾ പറയുന്ന ത്രികോണ മത്സരം മീഡിയയിൽ മാത്രമേ ഉള്ളൂ. ഞാനത് അധിക്ഷേപിക്കാൻ വേണ്ടി പറയില്ല. പാലക്കാട് മണ്ഡലത്തിൽ അതില്ല. ഇനി മണ്ഡലത്തിലെ പൊതുവായ തെരഞ്ഞെടുപ്പ് ഓളമാണ് അങ്ങ് ഉദ്ദേശിക്കുന്നെങ്കിൽ, മാധ്യമത്തിലല്ലാത്ത തെരഞ്ഞെടുപ്പ് ഓളമാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാടിൻ്റെ മുഖ്യ ചുമതലക്കാരനായിരുന്നു. ശ്രീ CP പ്രമോദ് മത്സരിക്കുമ്പോഴും ഇതേ പ്രവർത്തനങ്ങൾ CPM നടത്തിയിട്ടുണ്ട്. CPM എല്ലാ തെരഞ്ഞെടുപ്പിലും ഇതേ പ്രവർത്തനങ്ങൾ നടത്താറുണ്ടല്ലോ. അവർ ഉറപ്പായും പരാജയപ്പെടുന്ന മണ്ഡലങ്ങളിൽ അവരുടെ പ്രവർത്തനം ഇതേ രീതിയിൽ തന്നെയാണ്. അപ്പം ആ പ്രവർത്തനം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇത്തവണത്തെ പ്രത്യേകത, നിങ്ങൾ മീഡിയ കൊടുത്തൊരു ഹൈപ്പുണ്ട്. മീഡിയ ഹൈപ്പ് പുതുപ്പള്ളിയിൽ ജയിക്കിന് നിങ്ങൾ കൊടുത്തില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസവും നിങ്ങളുടെ മാധ്യമമടക്കം പ്രവചനാതീതമായ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അന്ന് ചർച്ചയ്ക്ക് വന്ന ആളാണ്. തെരഞ്ഞെടുപ്പ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ രാഹുൽ? ഇവിടെ കണ്ടില്ലേ, സാഹചര്യങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കാണുന്നില്ലേ ഇവിടുത്തെ ഈ പൊട്ടിയ റോഡിൻ്റെ ഉത്തരവാദി ശ്രീ ഉമ്മൻചാണ്ടിയല്ലേ? ഇവിടെ ഒരു പ്രചരണവും ഇല്ലാത്തപ്പോൾ നിങ്ങൾ പറഞ്ഞത് പുതുപ്പള്ളിയിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലും ഇല്ലാത്ത പുതുപ്പള്ളിയുടെ ഉത്തരവാദിത്വം 50 വർഷമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിക്കല്ലേ? അങ്ങനെ പ്രവചിക്കാൻ കഴിയുമോ? ശ്രീ ഉമ്മൻചാണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിയർത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഏകപക്ഷീയ മത്സരം, ലീഡ് വന്നപ്പോൾ എത്രയായിരുന്നു? ഇനി തൃക്കാക്കരയിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? തൃക്കാക്കരയിൽ നെയിൽ ബൈറ്റിംഗ് എൻഡല്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ? അന്ന് നമ്മൾ പറഞ്ഞില്ലേ ഏകപക്ഷീയമായ മത്സരമാണെന്ന്. ആ നെയിൽ ബൈറ്റിംഗ് എൻഡാണെന്ന് നിങ്ങൾ പറയുന്നത്, ഇത് നിങ്ങൾ കൊടുക്കൂലെന്ന് എനിക്കറിയില്ല. അത് നിങ്ങളടക്കമുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ഒരു ഉദ്വേഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. കൗണ്ടിങ് ഡേയിലും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലും ത്രൂ ഔട്ട് കാണികളെ പിടിച്ചിരുത്തണം. ആ ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ ജോലിയാണ്, അത് മോശമായിട്ട് ഞാൻ പറയല്ല. ആ നെയിൽ ബൈറ്റിംഗ് എൻ്റെ നിങ്ങൾക്ക് പറഞ്ഞേ പറ്റൂ. ആ നെയിൽ ബൈറ്റിംഗ് എൻഡിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ത്രികോണ മത്സരം എന്ന് പറയുന്നത്. ഗ്രൗണ്ടിൽ ഒരു ത്രികോണ മത്സരമില്ലായിരുന്നു. അത് മാധ്യമങ്ങളിൽ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഓളമാണെങ്കിൽ ഇപ്പോൾ ചോദിച്ചോട്ടെ, ഇപ്പോൾ പാലക്കാട് ജില്ല പോലെ CPM വലിയ സ്വാധീനമുള്ളൊരു ജില്ലയിൽ അവർക്കൊരു റാലി നടത്താൻ പാടുണ്ടോ? ഉണ്ടോ? പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ മണ്ഡലത്തിൻ്റെ പേരെന്താ? മലമ്പുഴ. ഇപ്പുറത്തെ മണ്ഡലത്തിൻ്റെ പേരെന്താ? ആലത്തൂർ. അപ്പുറത്തെ മണ്ഡലത്തിൻ്റെ പേരെന്താ? കോങ്ങാട്. ഇച്ചിരി കൂടെ അങ്ങോട്ട് പോയാൽ ചിറ്റൂർ. അപ്പുറത്ത് പോയാൽ പട്ടാമ്പി. ഇതിന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൃത്താല. ഇങ്ങോട്ട് പോയാൽ ഷൊർണൂർ, ഒറ്റപ്പാലം. അല്ലേ? ആ ജില്ലയല്ലേ പാലക്കാട്? 2 UDF MLA മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം LDF MLA സ്ഥലമല്ലേ? അവിടെ ഒരു റാലി നടത്താനോ ഓളം കാണിക്കാനോ എന്തെങ്കിലും പ്രയാസമുണ്ടോ? നിങ്ങൾ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് ഓർക്കുന്നുണ്ടോ? മന്ത്രിപ്പട, അല്ലേ? മന്ത്രിപ്പട, ക്യാപ്റ്റൻ, അല്ലേ? ഇതിനേക്കാൾ പ്രചണ്ഡ പ്രചരണമായിരുന്നു തൃക്കാക്കരയിൽ. നിങ്ങൾ അല്ലമീൻ പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരം എന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ലെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ആ വീഡിയോ എടുത്ത് കാണിക്കും. അത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ധർമ്മമാണ്. ഞാനത് കളിയാക്കിയതല്ല കേട്ടോ, ഞാനത് മോശമായിട്ട് പറഞ്ഞതുമല്ല. അത് നിങ്ങളുടെ ധർമ്മമാണ്. നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്താണ്? പരമാവധി ജനങ്ങളെ മാധ്യമങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുക. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധി എന്നല്ല അങ്ങയുടെ ജോലി എന്താണ്? പരമാവധി ആളുകളെ റിപ്പോർട്ടറിലേക്ക് ആകർഷിക്കുക. എൻ്റെ ജോലി എന്താണ്? എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? പരമാവധി ആളുകളെ കോൺഗ്രസിലേക്ക് എത്തിക്കുക. അങ്ങയുടെ ജോലി, ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. പക്ഷേ യാഥാർത്ഥ്യം ഇവിടെ ത്രികോണ മത്സരമില്ല. അങ്ങനെ പറയുമ്പോഴും രാഹുൽ ഇതുവരെയും ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞില്ല. ഷാഫി പറയുന്നു 5 അക്കം കടക്കുമെന്നുള്ളത്. VK ശ്രീകണ്ഠൻ പറയുന്നു 12,000-നും 15,000-നും ഇടയിൽ ഭൂരിപക്ഷം. പ്രതിപക്ഷ നേതാവ് പറയുന്നു 10,000-നും മുകളിൽ. മറ്റു ചിലരും 20,000-നും മുകളിലേക്ക് കടക്കുമെന്ന് പറയുന്നു. അപ്പോഴും രാഹുൽ അതിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ അത് തുറന്നു പറയുന്നില്ല. അത് തുറന്നു പറയാത്ത നിങ്ങളുടെ ആത്മവിശ്വാസ പ്രശ്നമല്ല കേട്ടോ. അത് ഞാൻ ഇന്നലെ വരെ തുറന്നു പറയാഞ്ഞത് എനിക്കറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്കും, സത്യസന്ധമായിട്ട് പറയാലോ, ഒരു സ്ഥാനാർത്ഥിക്കും ഭൂരിപക്ഷത്തെ പറ്റിയൊന്നും പറയാൻ കഴിയില്ല. കാരണം നമ്മളിതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻ വർക്കുകളിലില്ല. സംഘടനാ പ്രവർത്തനങ്ങളിൽ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തില്ല. നമ്മുടെ ജോലി എന്താ? ഇപ്പം നിങ്ങൾ രാവിലെ തൊട്ട് എൻ്റെ കൂടെ എല്ലാ ദിവസവും രാവിലെ തൊട്ട് നമ്മുടെ ജോലി എന്താ? അതിരാവിലെ എഴുന്നേൽക്കുന്നു, വോട്ടർമാരെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു, പോകുന്നു. അവരുടെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നു, പോകുന്നു. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. ഈ പോസിറ്റീവ് റെസ്പോൺസിൻ്റെ പെർസെൻറ്റേജ് കൂടുമ്പോൾ നമുക്ക് മനസ്സിലാവും, നല്ല പെർസെൻറ്റേജ് ഉണ്ടാകുമെന്ന് മനസ്സിലാകും. അതിനപ്പുറം ഓരോ ബൂത്തിൽ എങ്ങനെ നടന്നു നമുക്കറിയാൻ കഴിയില്ല. എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കും നമുക്കറിയാൻ കഴിയില്ല. ഒരു ക്യാൻഡിഡേറ്റിനും കഴിയില്ല. അതുകൊണ്ടാണ് ഇന്നലെ വരെ പറയാതിരുന്നത്. ഇന്നലെ എനിക്കും കണക്ക് കിട്ടി, പക്ഷെ അത് ഞാൻ പറയാത്തത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ ആളുകൾ പറഞ്ഞല്ലോ. പിന്നെ ഇന്നലെ വരെ ഞാൻ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ വടകരയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. വടകരയുടെ ചുമതലക്കാരൻ ഞാനായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ ഷാഫി പറമ്പിൽ പറഞ്ഞില്ല. ഞാൻ 1,00,000-ലധികം വോട്ടുള്ള ഭൂരിപക്ഷം കിട്ടുമെന്ന് പിന്നെ അങ്ങ് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. അങ്ങ് എന്നെ വിളിച്ചിട്ട് എന്താകും റിസൾട്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 1,00,000-ന് മുകളിൽ ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ചോദിച്ചു
ശൈലജ ടീച്ചർക്കെതിരെ അത്രയും കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞു. അത് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല നടത്തിയ ഒരാളെന്ന നിലയിലുള്ള ഒരു നമ്മൾ കിട്ടുന്ന കണക്കാണ്, കോൺഫിഡൻസാണ്. അതെനിക്ക് ഇവിടെ ഇല്ലാത്ത ഞാൻ ചുമതലക്കാരനല്ല. ചുമതലക്കാർ പറയുന്നതാണ് ആക്സെപ്റ്റ്.